ഇവനൊക്കെ കള്ളാന്ന് കേസ്, ഇവൻ കള്ളാന്ന്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഏതൊരു പെണ്ണ്, ഇവൻ അടുത്ത ദിവസം ഏതൊരു പെണ്ണ് ഇവനെ ഇങ്ങനെ എല്ലാം മൊത്തം ചെയ്തിട്ട് അന്നെ വിളിക്കുക ആ റൂമിലേക്ക് അന്നെ വിളിച്ച്. അതായത് ഇവര് ഇത് ചെയ്തുകൊണ്ടിരിക്കല, ചെയ്ത് നിൽക്കുമ്പോ മമ്മൂന്ന് വിളിച്ച്, എടാ ഇനി വാടാന്ന് പറഞ്ഞു. എന്നോട് അറിയാം അടിച്ചങ്ങ് കിണ്ടിയായിട്ടുള്ളത്, നീയാന്ന് പറഞ്ഞാൽ അടിച്ചാ പിന്നെ അങ്ങ് സുൽത്താനാന്ന് പറഞ്ഞു. എന്നോട് ഇവൻ പറയാം നീയാന്ന് പറയാം, എടാ മമ്മൂ എനിക്ക് ഇവളത്ര സുഖം കിട്ടുന്നില്ല ആ പെണ്ണിന്റെ മുമ്പ്. അതായത് ആ പെണ്ണിന്റെ മുമ്പ് എന്നോട് ഇവൻ പറയാം എനിക്ക് ഇത്ര സുഖം കിട്ടുന്നില്ല, ഇവളെന്താ വിചാരിക്കാം. തൊപ്പി മമ്മു ഷമീർ തൊപ്പി ഗ്യാങ് ഇഷ്യൂ അല്ലെ, അതാണല്ലോ ഇപ്പൊ ചൂടോടൊക്കെ ഉള്ളത്. ഇൻസ്റ്റ തുറന്നായി തീട്ട കേസാണ്. തൊപ്പി പിന്നെ അവിടെ വെടിവെച്ചു, മറ്റേ ഇവിടെ വാണം വിട്ടു, ആകെ മൊത്തം വാണത്തീട്ട കേസ്. ഇൻസ്റ്റ തുറന്നേ, സോഷ്യൽ മീഡിയ തുറന്നേ തന്നെ. അപ്പൊ തൊപ്പിനോട് എനിക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്, തൊപ്പിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു ഗ്യാങ്ങിലും എത്ര സുഹൃത്താണെങ്കിലും നമ്മൾ മറച്ചു വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മറച്ചു വെക്കണം, ഹൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഹൈഡ് ചെയ്യാം. നമ്മൾ ഉള്ളിൽ ഒതുക്കേണ്ട കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കുക, ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാം. എപ്പോഴാണ് കൂടെയുള്ള സുഹൃത്ത് തീട്ട വാണങ്ങള് പാമ്പായിട്ട് വിഷമായിട്ട് തിരിഞ്ഞു കൊത്തുന്നതെന്നൊന്നും അറിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, തൊപ്പി എന്ന് പറഞ്ഞ ഒരാള് വളരെ ഒരുപാട് കളിയാക്കലുകളും ഒരുപാട് എന്താ പറയാ അപമാനവും ഒക്കെ സഹിച്ച് ഈ ഒരു ലെവലിലേക്ക് എത്തിയ ഒരാളാണ് തൊപ്പി. അപ്പൊ ഈ തൊപ്പി എന്ന് പറഞ്ഞ ഒറ്റ ക്യാരക്ടറിലൂടെയാണ് എന്താ പറയാ ഈ മമ്മും ഷമീർ എന്ന് പറഞ്ഞ ആളുകൾ അറിയാൻ തുടങ്ങിയത് അല്ലെ, കാണുക. അല്ലെങ്കിൽ ഇപ്പൊ ഇവന്മാരറിയാനാണ്, ഇവന്മാർക്ക് ഇപ്പൊ എന്താ പറയാ ക്രിമിനടി കൂടി തൊപ്പിയുടെ കൂടെ ഇറങ്ങിട്ട് സ്വന്തമായിട്ട് ആവണം എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കഴിവുണ്ടാക്കി ആക്കണം. അല്ലാണ്ട് വേറെ ആളുടെ എന്താ പറയാ ചവിട്ടി തേച്ച് അവനെ കരിവാരി തേച്ചിട്ടല്ല ചെയ്യേണ്ടത്. സ്വന്തമായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ആവണം എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് സ്ട്രീം ചെയ്ത് തുടങ്ങണമെങ്കിൽ സ്വന്തമായിട്ട് തുടങ്ങണം. അല്ലാണ്ട് റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ അവനെ കരുവാക്കുക, ഒരാൾ നശിപ്പിച്ചിട്ടേ ഒരാള് വളരൂ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള തോട്ട് കൊടുക്കാൻ വന്നിട്ട് കാര്യമില്ല. ഇഷ്ട തുറന്ന പിന്നെ ഇതിലൊന്നും പറയാനില്ല, ഓരോ വാണ കേസുകളാണ് ഒക്കെ, അത് വേറെ. ഇതിന്റെ കൊടുവിൽ പറയാനുള്ള എന്താ അറിയോ, ബ്രസീൽ കപ്പടിക്കും, ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ. ഞങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഒക്കെ അവിടെയാണ്. ഈ വാണത്തീട്ട കേസുകളൊക്കെ സൈഡിൽ കൂടെ അങ്ങനെ പോവാം. അപ്പൊ പക്ഷെ യുവമാര് ചെയ്തത് ശരിയല്ല. തൊപ്പിയുടെ കൂടെ ഇത്രയും കാലം നിന്നിട്ട് ഇപ്പോ തൊപ്പിക്കെതിരെ നിൽക്കുന്നു. യുവമാര് ചെയ്തത് ശരിയല്ല, നാറിത്തരാണ്, തെണ്ടിത്തരാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ.